യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് സൗദിയിൽ യുഎസുമായി നടന്ന നിർണായക ചർച്ചയിൽ റഷ്യ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനും എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കാനും തീരുമാനമായി. യുക്രൈനെ ഭാഗമാക്കാത്ത ചർച്ചയിൽ യൂറോപ്യൻ നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നാളത്തെ സൗദി യാത്ര മാറ്റിവെച്ചു. ഈ മാസാവസാനം സൗദിയിൽ നടക്കേണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റിയാദിലെ ചർച്ച. റിയാദിൽ സൗദി കിരീടാവകാശിയുടെ ക്ഷണപ്രകാരം മധ്യസ്ഥ ചർച്ചയിലേക്ക് യുഎസ് റഷ്യൻ ഉന്നത സംഘം ഇന്നലെ എത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തോടെ സങ്കീർണമായ യുഎസ് റഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് നടന്നത്. പ്രശ്നത്തെ തുടർന്ന് തിരികെ വിളിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് ഇന്നത്തെ പ്രധാന നേട്ടം. സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് യുഎസ് റഷ്യ ചർച്ച നാളെയും തുടരും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാനും ഇരു കൂട്ടരും ധാരണയിലെത്തി. നാറ്റോയിലേക്ക് യുക്രൈനെ ചേർക്കാനുള്ള ശ്രമമാണ് യുദ്ധത്തിന്റെ മൂലകാരണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സമാധാന ശ്രമത്തിനുള്ള കരാർ യുഎസ്, റഷ്യ, യുക്രൈൻ, യൂറോപ്പ് എന്നിവർക്കെല്ലാം ഒരുപോലെ സമ്മതമായിരിക്കുന്നതായിരിക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു. Something we're very grateful for. Something we're very grateful for the partnership that we have with them on a host of issues, and this being one of them, where we thank them for doing it, and we hope that they will. I think they've offered, and I believe that they will continue to be helpful in any way they can. സമാധാന ശ്രമത്തിന് വേദി ഒരുക്കിയതിന് സൗദി അറേബ്യയെ യുഎസ് പ്രശംസിച്ചു. ഇതിനിടെ സമാധാന ചർച്ചാ ശ്രമത്തിൽ യൂറോപ്യൻ യൂണിയനെയും യുക്രൈനെയും മാറ്റി നിർത്തിയെന്ന ആരോപണം യുഎസ് തള്ളി. റഷ്യയുമായി ചർച്ച നടത്തി മാത്രമേ വിഷയത്തിൽ പരിഹാരം കാണാനാകൂ. അതിന് തയ്യാറായ വ്യക്തിയാണ് ട്രംപെന്നായിരുന്നു റൂബിയോയുടെ മറുപടി. ആദ്യ ദിനം പോസിറ്റീവായ പ്രതികരണമാണ് ഇരു കൂട്ടരും നടത്തിയത്. സൗദി മധ്യസ്ഥതയിൽ നാളെയും ചർച്ചകൾ തുടരും. ഇതിനിടയിൽ ഗസ വിഷയത്തിലും ഇരു രാജ്യങ്ങളും സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. ശനിയാഴ്ച ഹമാസ് 6 ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിക്കും. വ്യാഴാഴ്ച 4 ബന്ദികളുടെ മൃതദേഹവും ഹമാസ് വിട്ടു നൽകും. ഇതിന് പകരമായി ഗസയിലേക്ക് 100 കണക്കിന് മൊബൈൽ വസതികളും യന്ത്രസാമഗ്രികളും കൈമാറാമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി മാധ്യമ റിപ്പോർട്ട്. ഹമാസുമായുള്ള വെടിനിർത്തൽ 2ാം ഘട്ട ചർച്ച ഇന്ന് കൈറോവിൽ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. വെടിനിർത്തിയിട്ടും ഗസയിലെ കുട്ടികൾ കടുത്ത ദുരിതമനുഭവിക്കുന്നത് തുടരുകയാണെന്ന് യുനിസെഫ് അറിയിക്കുന്നു. തെക്കൻ ലെബനൻ അതിർത്തിയിലെ 5 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ മൊബൈൽ വീടുകൾ വിട്ടു നൽകുന്നതിന് പകരമായി ഹമാസ് 6 ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു സമയവും സ്ഥലവും ഒക്കെ ഫൈനലായിട്ടുണ്ടോ? പകരം ഈ മൊബൈൽ വീടുകൾ വിട്ടു നൽകുന്നത് മാത്രമാണോ ഉടമ്പടി? ശനിയാഴ്ച ഹമാസ് 6 ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. വ്യാഴാഴ്ച 4 ബന്ദികളുടെ മൃതദേഹവും ഹമാസ് വിട്ടു നൽകും. ഇതിന് പകരമായി ഗസയിലേക്ക് 100 കണക്കിന് മൊബൈൽ വസതികളും യന്ത്രസാമഗ്രികളും കൈമാറാം എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ ഉറപ്പ് നൽകിയതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ച ഇന്ന് കൈറോയിൽ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയാണ്. വെടിനിർത്തിയിട്ടും ഗസയിലെ കുട്ടികൾ കടുത്ത ദുരിതം അനുഭവിക്കുന്നത് തുടരുകയാണെന്ന് യുനിസെഫ് അറിയിച്ചു. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, ഈ കരാർ അനുസരിച്ച് ശനിയാഴ്ച, ഈ കരാറിൽ നേരത്തെ ഇല്ലാത്ത ഒന്നാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ മൊബൈൽ വീടുകൾ വിട്ടു നൽകുന്നതിന് പകരമായി 6 ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നു എന്നറിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ സമയവും സന്ദർഭവും ഒക്കെ ഇരു വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച 3 ബന്ദികൾക്ക് പകരം 6 പേരെ മോചിപ്പിക്കും എന്ന കാര്യവും അതോടൊപ്പം തന്നെ മറ്റന്നാൾ 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറും. ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ അർത്ഥത്തിലുള്ള ഒരു ഇളവുകൾ നൽകാൻ 2 വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കാരണം 100 കണക്കിന് യന്ത്രസാമഗ്രികളുമായിട്ടും അതോടൊപ്പം തന്നെ താൽക്കാലിക വസതികളുമായിട്ടുള്ള ട്രക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഇവയ്ക്ക് ഇതുവരെ
ഇതുവരെയും ഗസയിലേക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മറികടക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു വിട്ടുവീഴ്ചയിൽ പിന്നെ ഹമാസ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച പിന്നെ കാലത്ത് 9:30 മണിക്ക് പ്രാദേശിക സമയത്തായിരിക്കും 6 ബന്ദികളെ കൈമാറുക. അതോടൊപ്പം തന്നെ ഈ വ്യാഴാഴ്ച മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 4 ബന്ദികളുടെ മൃതദേഹവും കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ മിക്കവാറും വ്യാഴാഴ്ച വൈകിട്ടോട് കൂടി ഈ താൽക്കാലിക വസതികളും അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികളും ഗസയിലേക്ക് അയക്കാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേലും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ പ്രധാനമായിട്ടും 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ ഇന്ന് രാത്രി കെയ്റോയിൽ ആരംഭിക്കുമെന്ന ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പക്ഷേ ചർച്ചയിൽ എത്ര കണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്ന അർത്ഥത്തിലേക്ക് പിന്നെ ഇസ്രായേൽ സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ സമ്മർദ്ദം കൂടിയാണ് നെതന്യാഹുവിനെ ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം 19 ബന്ദികളെയാണ് ഇതിനകം വിട്ടയച്ചിരിക്കുന്നത്. ശനിയാഴ്ചയോടുകൂടി 25 ബന്ദികളിലേക്ക് അത് മാറും. ഇനിയും 70-ലധികം ബന്ദികൾ ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം വിജയം കാണുന്നു എന്നതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. സൈഫുദ്ദീൻ. MCA ഈ ബന്ദികളുടെ, അതായത് കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ സംഗതിയല്ലേ? എന്ന് വെച്ചാൽ എന്നാണ് ഇവർ കൊല്ലപ്പെട്ടത്, ഇനി കൊല്ലപ്പെട്ടതിന് ശേഷവും ഇവരുടെ മൃതദേഹം അഴുകാതെ എവിടെയാണ് സൂക്ഷിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ MCA? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും. കാരണം ഈ വിട്ടയച്ച എല്ലാ ബന്ദികളും വളരെ സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ തിരിച്ചെത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നെ വാർത്തകളിലും ചിത്രങ്ങളിലും നമ്മൾ കാണുന്നത് ഇതിന് പകരം വിട്ടയച്ചിരിക്കുന്ന പലസ്തീൻ തടവുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വലിയ തോതിൽ ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെട്ടതിന്റെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ താണ്ടിയതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും പുറത്തു വരുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം 333 ബന്ദികളെ മോചിപ്പിച്ചതിൽ തടവുകാരെ മോചിപ്പിച്ചതിൽ നല്ലൊരു പങ്കും 6 പേരെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. മറ്റു പലർക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ബന്ധപ്പെട്ടു. പക്ഷേ ഈ ബന്ദികൾ ഇപ്പോൾ ഹമാസ് വിട്ടയച്ച എല്ലാ ബന്ദികളുടെയും നില ഏറെക്കുറെ ഭദ്രമാണ്. അത് മാത്രമല്ല ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിലും മറ്റും കൊല്ലപ്പെട്ട ആ ബന്ദികളുടെ മൃതദേഹങ്ങൾ പോലും കേടുപറ്റാതെ സൂക്ഷിച്ചു എന്നതുകൂടിയാണ് ഹമാസിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈ പിടികൂടിയ ബന്ദികളെ ജീവനോടെയോ അല്ലാതെയോ തങ്ങൾ കൈമാറും, തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ ഹമാസിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം കുറെ കൂടി പ്രാവർത്തികമാവുന്നതിന്റെ ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് മറ്റന്നാൾ 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാനുള്ള തീരുമാനം. 3-ന് പകരം 6 ബന്ദികളെ കൂടി കൈമാറുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം കുറെ കൂടി പ്രതിരോധത്തിലേക്ക് മാറുകയാണ്. കാരണം ഹമാസ് പ്രഖ്യാപിച്ചതും അവര് പിന്നെ നേരത്തെ പറഞ്ഞിരുന്നതുമായ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് അവർ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ പിന്നെ താൽക്കാലിക വസതികൾ വിട്ടുകൊടുക്കാനോ അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നില്ല. അത് ഈ 2 പക്ഷത്തും വലിയ പ്രതിസന്ധിയും ഈ മേഖലയിൽ തന്നെ കൂടുതൽ അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ വിജയം കാണുന്നത്. ഇനി ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ ആ പദ്ധതിയെ കൂടി അതിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹമാസുമായിട്ടുള്ള അനൗപചാരിക ചർച്ചകളും ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന അറബ് ലീഗ് നേതൃയോഗത്തോടു കൂടി അക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഫോർമുല ഹമാസിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കുക എന്നതാണ് അറബ് ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ഗസയിൽ നിന്ന് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പലസ്തീനികളെ മാറ്റുകയും എന്നിട്ട് അവിടെ പുനർനിർമ്മാണം നടത്തുക എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈജിപ്ത് ഒരു കരട് നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചത്. അത് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. സൈഫുദ്ദീൻ. MCA, ഒപ്പം തന്നെ ഈ തെക്കൻ ലെബനൻ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് ഈ ഇസ്രായേലും ലെബനാനുമായുള്ള ഏറ്റുമുട്ടലിന്റെ അല്ലെങ്കിൽ അത് മയപ്പെടുത്തുന്ന കാര്യത്തിൽ കുറെ കൂടി സംഘർഷാത്മകമായ ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്ന് കരുതേണ്ടതുണ്ടോ?
സൈഫുദ്ദീൻ, ചില ഗ്രാമങ്ങളിൽ നിന്ന് ദക്ഷിണ ലെബനാനുമായി ബന്ധപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ സൈന്യത്തെ പിൻവാങ്ങി തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതേസമയം തന്നെ 5 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പിന്മാറുക എളുപ്പമല്ല. കാരണം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കുറെ കൂടി കൃത്യമായിട്ടുള്ള ചില ഉപാധികൾ, വ്യവസ്ഥകൾ രൂപപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ 5 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങൾ തുടരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം. പക്ഷേ ഹിസ്ബുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയും നേരത്തെയുള്ള കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് സൈന്യം ഈ കേന്ദ്രങ്ങളിൽ തുടരുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് മേഖലയുടെ താല്പര്യങ്ങളും അതിന്റെ സമാധാനവും മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ പിൻവലിയാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത് അന്തർദേശീയ സമൂഹമാണ്. അതുകൊണ്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും ഒക്കെ ഹിസ്ബുല്ലയും അതോടൊപ്പം തന്നെ ലെബനാൻ സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട് ഈ സൈന്യം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് പിൻവാങ്ങണമെന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇനിയും ഇസ്രായേൽ കൈക്കൊണ്ടിട്ടില്ല. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ. MC നാസറാണ് വിശദ വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്. ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് വിസകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം നീങ്ങിയതായി സൂചന. പുതുതായി മൾട്ടിപ്പിൾ എൻട്രി വിസകൾ വീണ്ടും മോഫ വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങി. എന്നാൽ പുതിയ വിസകളിലെത്തുന്നവർ പലരും ഹജ്ജിന് മുന്നോടിയായി ഏപ്രിൽ 13-നകം മടങ്ങേണ്ടി വരും. ഇന്ന് ലഭിച്ച പല വിസകളിലും തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശക വിസകളിലെത്തുന്നവർക്ക് ഏപ്രിൽ 29 മുതൽ മക്കയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഇഷ്യൂ ചെയ്ത പല വിസകളിലും സൗദിയിൽ നിന്ന് മടങ്ങേണ്ട തീയതി ചേർത്തിട്ടുണ്ട്. സാധാരണ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ സൗദിയിൽ തങ്ങാവുന്ന ദിനങ്ങളാണ് ചേർക്കാറുള്ളത്. 30, 90 ദിവസങ്ങൾ എന്നിങ്ങനെയാണ് അത്. എന്നാൽ ഇന്ന് സ്റ്റാമ്പ് ചെയ്ത വിസകളിൽ സൗദിയിൽ തങ്ങാവുന്ന ദിവസങ്ങളുടെ ഭാഗത്ത് മടങ്ങേണ്ട തീയതിയാണ് 2025 ഏപ്രിൽ 13-നകം മടങ്ങണമെന്നാണ് വിസകളിലുള്ളത്. ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന ഭാഗത്ത് ഇങ്ങനെ തീയതിയുള്ളവർ ആ ദിവസത്തിന് മുമ്പ് തന്നെ മടങ്ങേണ്ടി വരും. ഈ ഭാഗത്ത് ദിവസങ്ങൾ ചേർത്ത് ലഭിച്ചവർക്കാകട്ടെ കാലാവധി തീരും വരെ സൗദിയിൽ തങ്ങാനും സാധ്യമെങ്കിൽ പുതുക്കാനും കഴിയും. വെക്കേഷൻ കണക്കാക്കി അവസാന നിമിഷം വിസ എടുത്തവരും നിലവിൽ കുടുംബത്തിനായി ടിക്കറ്റ് എടുത്തവരും ഇതോടെ വെട്ടിലായി. ഇതിനിടെ നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അഥവാ മോഫയുടെ വെബ്സൈറ്റിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് 1 വർഷം വരെ തങ്ങാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ലഭ്യമായിരുന്നില്ല. അത് വീണ്ടും ലഭ്യമായിട്ടുണ്ട്. ഇത് താൽക്കാലികമാണോ എന്നതിലും വ്യക്തതയില്ല. ഇനി ഈ വിസകൾ ലഭിച്ചാലും ഹജ്ജിന് മുന്നോടിയായി ഏപ്രിൽ 13-നകം മടങ്ങണമെന്ന് വിസയിൽ രേഖപ്പെടുത്തിയാൽ അത് തിരിച്ചടിയാകും. ഇത് വിസ സ്റ്റാമ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇതിനിടെ ഇന്ന് പലർക്കും വിസകൾ 3 മാസം കാലാവധിയോടെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ പലർക്കും പല രൂപത്തിലാണ് വിസകൾ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്നത്. തിരക്കും അനധികൃത ഹജ്ജും തടയാൻ എല്ലാ വർഷവും മക്കയിലേക്ക് സന്ദർശക വിസക്കാർക്കും പെർമിറ്റില്ലാത്തവർക്കും വിലക്കേർപ്പെടുത്താറുണ്ട്. ഈ വർഷം അത് സൗദി അറേബ്യ നേരത്തെ നടപ്പാക്കും. ഇന്ന് ഇഷ്യൂ ചെയ്ത വിസിറ്റ് വിസകളുടെ താഴ്ഭാഗത്ത് മക്കയിലേക്ക് പ്രവേശന വിലക്കുള്ള ദിവസങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 29 മുതൽ ജനുവരി 13 വരെ മക്കയിലേക്ക് പ്രവേശിക്കാനോ തങ്ങാനോ സന്ദർശക വിസക്കാർക്ക് അനുമതിയുണ്ടാകില്ല. പിടിക്കപ്പെട്ടാൽ ജയിലിലടച്ച് നാടുകടത്തിലാണ് ശിക്ഷ. ഹജ്ജിന് ശേഷം വിസകൾ പഴയ സ്വഭാവത്തിൽ തന്നെ പൂർണ്ണമായും ലഭിക്കുമെന്നാണ് വിവരം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.